വീണ്ടും ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഡിവൈസ് ഇറങ്ങിയിട്ടുണ്ട്. 60,000 രൂപയാണ് 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഈ ഐഫോൺ 16e. ഇപ്പം ഈ ഒരു ഐഫോൺ 16e പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും, ഞാൻ അടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഇതൊരു ഐഫോൺ SE 2025 എന്ന രീതിയിൽ ഇറങ്ങുമെന്നായിരുന്നു. പക്ഷേ അവസാനം ഐഫോൺ 16 ലൈനപ്പിലേക്ക് ഇതിനെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ ഒരു ഐഫോൺ 16e ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക, എന്തിനൊക്കെയാണ് ഉപകാരപ്പെടുക, അടിപൊളിയാണോ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പം ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഡിവൈസാണ്, പക്ഷേ ഡൗൺ ഗ്രേഡഡ് ആയിട്ടുള്ള ചിപ്പാണ് കൊടുത്തിട്ടുള്ളത്. A18 ആണ്. പക്ഷേ A18 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഐഫോൺ 16 കാണുന്ന ആ ഒരു A18 അല്ല ഇതിൽ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഒരു GPU കൗണ്ട് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐഫോൺ 16 A18 ചിപ്പാണ് വരുന്നത്. 6 കോറിൻ്റെ CPU ഉണ്ട്, അതുപോലെ തന്നെ 5 കോറിൻ്റെ GPU വരുന്നുണ്ട്. ഈ ഒരു ഐഫോൺ 16e വരുമ്പോൾ A18 ആണ് വരുന്നത്. 6 കോർ CPU ആണ്, പക്ഷേ 4 കോർ GPU ആണ് വരുന്നത്. ഇപ്പോൾ GPU റിലേറ്റഡ് ടാസ്കിന് ചെറിയൊരു പെർഫോമൻസ് ഡ്രോപ്പ് നമുക്ക് ആ ഒരു 16ഉം ഈ ഒരു 16e ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഐഫോൺ 14 ആയിരിക്കും. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ 16ൻ്റെ ഫീൽ ആയിരിക്കും. ഇപ്പോൾ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, ഈ ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടുള്ള ചിപ്പും പിന്നെ ഇതിനകത്ത് സിനിമാറ്റിക് വീഡിയോയുടെ സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ ഐഫോൺസിൽ ആ ഒരു ട്രെൻഡായിട്ടുള്ളൊരു സാധനമാണ് സിനിമാറ്റിക് വീഡിയോ. അപ്പം ആ ഒരു ബ്ലർ ചെയ്തിട്ടുള്ള പരിപാടി അത് നമുക്ക് ഈ ഐസിയിൽ വർക്കാവില്ല, കാരണം സിംഗിൾ സെൻസറാണ് വരിക. പിന്നെ ഡിസൈൻ വൈസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും 14ൻ്റെ ഡിസൈനാണ്. ആ ഫ്രണ്ടിൽ ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെയിം നോച്ചും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു വലിയ തിക്കായിട്ടുള്ള ബോർഡർ നമുക്ക് അവിടെ കാണാൻ പറ്റും, ബെസൽസ് കാണാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നൈസായിട്ട് നീറ്റായിട്ടുള്ളൊരു ഡിസൈനാണ്. ആ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫ്രോസ്റ്റഡ് ഗ്ലാസും അതുപോലെ തന്നെ 2 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്, വൈറ്റും ആ ഒരു ബ്ലാക്ക്, മാറ്റ് ബ്ലാക്കും പരിപാടിയൊക്കെയാണ്, കാണാൻ നൈസാണ്. പിന്നെ സിംഗിൾ സെൻസറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിളിൻ്റെ ആ ഒരു 48 മെഗാ പിക്സലിൻ്റെ സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സെൻസറിനെ അവർ വിളിക്കുന്നത് 2-in-1 ഫ്യൂഷൻ എന്നൊക്കെയാണ്. ഇപ്പോൾ ഫ്യൂഷൻ സെൻസറിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ ഒരു ഒറ്റ സെൻസറിൽ തന്നെ 2 ലെൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് 2x ടെലിഫോട്ടോ കൂടി സപ്പോർട്ടാവും. വേറെ ഒന്നുമല്ല, അവർ 48 മെഗാ പിക്സലിൻ്റെ ആ ഒരു സെൻസറിനെ ക്രോപ്പ് ചെയ്ത് 24 ആക്കും. അങ്ങനെയാണ് ആ ഒരു ടെലിഫോട്ടോ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ട് വർക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 15 പ്രോയിലും 16 പ്രോ സീരീസിലൊക്കെ നമുക്ക് ആ ഒരു സെൻസേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഇട്ട് പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് നമുക്ക് പരിചയം ഇല്ലാത്തൊരു ഡിസൈൻ അല്ല, പക്ഷേ ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഡിവൈസും കൂടിയാണ്. 6.1 ഇഞ്ചസ് ആണ്, അതായത് 14ൻ്റെ സെയിം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 6.1 ഇഞ്ചസും അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു സെയിം ടെക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സെയിം ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവർ പുതിയ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇതുവരെയും ആപ്പിൾ യൂസ് ചെയ്തിരുന്ന മോഡംസ്, അതായത് ആ ഒരു 5G കണക്ടിവിറ്റിക്കും നെറ്റ്വർക്ക് റിലേറ്റഡ് സംഭവത്തിന് വേണ്ടി ക്വാൾക്കമിൻ്റെ ചിപ്പുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പുതിയൊരു ചിപ്പാണ് വന്നിട്ടുള്ളത്, ആപ്പിളിൻ്റെ C1 ചിപ്പാണ്. അപ്പം ഈ ഒരു ചിപ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡിവൈസുകൾ എന്ന് പറയുന്നത് ഐഫോൺ 16e ആണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ 16 പ്രോയിൽ പോലും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു ഈ ഒരു ഡിവൈസസിൽ ആപ്പിളിൻ്റെ തന്നെ മോഡലൊക്കെ വരുമെന്ന്. പക്ഷേ 16e ആ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പെർഫോമൻസ് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടറിയണം. കാരണം ഫസ്റ്റ് ചിപ്പാണ് അവരുടെ, അതും 5G കണക്ടിവിറ്റി. അപ്പം അവരുടെ ആ ഒരു കണക്ടിവിറ്റി വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ പ്രശ്നങ്ങളാണ് ഇതുവരെയും തന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. 14ൻ്റെ ഈ ഒരു ഡിസൈൻ, അതായത് നോച്ച് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. കാരണം നമ്മളിത് ഡൈനാമിക് ഐലൻഡൊക്കെ കണ്ട് ശീലിച്ചുകൊണ്ട് ഇതൊരു അത്യാവശ്യം നല്ല ഓൾഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫേസ് ഐ ഡി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യം. ഫിംഗർ പ്രിൻറ്റ് മാറ്റി ഫേസ് ഐ ഡി ആക്കിയത്, കാരണം ഇത് ഇത്ര കൂടിയും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ബാറ്ററി അവർ എന്താ പറയുക, ഇൻറ്റേർണൽ ഡിസൈനൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് 26 ഹവേഴ്സിൻ്റെ വീഡിയോ പ്ലേ ബാക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള 16 പ്രോയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് നമുക്ക് 27 ഹവേഴ്സിൻ്റെ ആ ഒരു പ്ലേ ബാക്ക് ടൈമാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ഇത്രയും ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ഇനി ഇതിനും കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ബാറ്ററി ലൈഫുള്ളൊരു ഐഫോൺ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം മാക്സിലൊക്കെ അത്യാവശ്യം, അതായത് മാക്സ് ഫോൺസിൽ 16 പ്രോ മാക്സിലും 15 പ്രോ മാക്സിലൊക്കെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് തരുന്നതാണ്. കാരണം വലിയ ഫോണാണ്, 6.9 ഇഞ്ചസും 6.8 അപ്പോൾ അധികം സ്പേസ് ഉണ്ട്, അധികം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് അത് തരുന്നതാണ്. പക്ഷേ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ബാറ്ററി ലൈഫൊക്കെ ഈ ഒരു ഡിവൈസ് തരുവാണെങ്കിൽ
നൈസായിരിക്കും. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസും ഇതിനകത്ത് വരുന്നുണ്ട്. A18 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതായത് ജെന്മോരി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പം ഒരു അഫോർഡബിൾ ഫോണിൽ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോണിലാണ് ഇതുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ iPhone 16 എടുക്കണം, അല്ലെങ്കിൽ 15 Pro Maxൻ്റെ സെക്കൻഡ് ഹാൻഡ് എടുക്കണം, അങ്ങനെ വിഷയങ്ങളുണ്ട്. പിന്നെ ഡിസൈൻ വൈസായിട്ട് അവർ ആക്ഷൻ ബട്ടണോട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു എന്താ പറയുക സിംഗിൾ സ്ലൈഡറിൻ്റെ ഒരു ഫാനാണ്. കാരണം അതായതുകൊണ്ട് കൺവീനിയൻറ്റ്. എത്ര പേര് ആ ഒരു ആക്ഷൻ ബട്ടൺ പ്രോപ്പറായിട്ട് കുറേ ഷോർട്ട് കട്ട്സൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ഒരു സെറ്റപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് ഡിസ്ക്രൈബ് ചെയ്യുക, പൊളിയാക്കുക കമൻറ്റിൽ. അപ്പോൾ iPhone 16 എനിക്ക് നല്ലൊരു ഹൈപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പിനുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 60,000 രൂപയ്ക്ക് എന്താ പറയുക ഒരു പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 888 ഒക്കെ അത്രയും പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിലും ഓവറോൾ ഒരു മിക്ക എല്ലാ ടാസ്കിലും ഇത് അടിപൊളിയായിട്ട് വർക്കാവുന്നൊരു ചിപ്പും കൂടിയാണ് A80. കാരണം ബാക്കിയുള്ള ആ ഒരു റേഞ്ചിലുള്ള ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊക്കെ കണ്ടത്തിലിടുന്ന പെർഫോമൻസ് ആണ് ഇതിനകത്ത് A80 ഉള്ളത്. അപ്പം പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, അതുപോലെ ഡിസ്പ്ലേ സൈസ് ആയിക്കോട്ടെ 6.1 inches ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കൂടി സ്ക്രീൻ സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ iPhone SEയുടെ കാര്യം നിങ്ങൾക്കറിയാം. SE 2023 2020 ഒക്കെ iPhone 8ൻ്റെ ആ ഒരു ഡിസൈനാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഈ ഒരു ഡിസൈനിലേക്ക് വന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുക. എനിക്കിഷ്ടപ്പെട്ടു iPhone SE. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ iPhone 40 എടുക്കുമോ, 15 എടുക്കുമോ, 16e എടുക്കുമോ, അല്ലെങ്കിൽ iPhone 15 Pro Max എടുക്കുമോ, ഏത് എടുക്കുമോ എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ആൻഡ്രോയിഡ് എൻ്റെ ഒരു 60,000 ഉണ്ട്, ഞാൻ ഇതിന് പകരം ആൻഡ്രോയിഡ് എടുക്കുമെന്ന് പറയുവാണെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ ജസ്റ്റ് പറയാം, അടിപൊളിയാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.